എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ ഒരു OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇതേപോലെ ഒരു ഡ്രോയിങ്ങും വെക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് വരച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ OHP ഷീറ്റ് ഈ വരച്ചതിൻ്റെ മുകളിൽ വെക്കുകയാണ്. വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാതും 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷനും വേണമെങ്കിൽ നിങ്ങൾ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഔട്ട്ലൈൻസ് എല്ലാതും. അതിനുശേഷം ഗ്ലാസ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിനെല്ലാം കളർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പിക്ചറുകളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു OHP ഷീറ്റ് ഫില്ല് ചെയ്തെടുക്കാം. OHP ഷീറ്റ് തന്നെ വേണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ് ആണ് ചെയ്തത്, ഗ്ലാസ്സിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ OHP ഷീറ്റ് തന്നെ വേണം. അപ്പോൾ OHP ഷീറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കാത്തവർക്ക് പറയാം, OHP ഷീറ്റ് നമ്മൾ ടോയ്സും സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റില്ലേ, അതായാലും മതി. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് എടുക്കേണ്ടത്. കണ്ടോ, ആ പിക്ചറിൻ്റെ താഴെ കുറച്ച് സ്പേസ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിടുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഈ പിക്ചർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാതും നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ബ്ലാക്ക് കളർ പെയിൻറ്റ് ഒരു കോട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കണം ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ. അപ്പോൾ ചിലപ്പോൾ 2-3 കോട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ നോക്കി നമ്മൾ എത്ര കോട്ട് വേണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ കൊടുത്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2-3 കോട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് കറക്റ്റായിട്ടൊരു ബ്ലാക്ക് കളർ കിട്ടിയത്. അതായത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ബ്രഷ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ സ്പോഞ്ച് വെച്ച് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ കൊടുത്തതിന് ശേഷം ഉണക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് കൊടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടായാലും നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മൾ കളർ ചെയ്ത സൈഡല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പെയിൻറ്റൊക്കെ ചിലപ്പോൾ ഒട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് വേണ്ടത് 2 ക്യാപ്പാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ്, നമുക്കിപ്പോൾ ഈ ഒരു റെഡ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്ത വർക്ക് ഉള്ളിൽ വരുന്ന വിധത്തിൽ നമ്മൾ അതിനെ ഒന്ന് നമ്മുടെ OHP ഷീറ്റ് ഒന്ന് കണ്ടോ, ഇതാണ് ഉള്ളിൽ വരുന്ന വർക്ക്, നമ്മൾ ചെയ്ത വർക്ക്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഈ ക്യാപ്പിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് ക്യാപ്പിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കുന്ന വിധത്തിൽ വെച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം മനസ്സിലായതിന് ശേഷം നമ്മളിപ്പോൾ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ നേരെ വേണമെങ്കിൽ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ടേപ്പാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഒട്ടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ സെല്ലോ ടേപ്പ് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്തില്ല, നേരത്തെ പോലെ റോൾ ചെയ്തില്ലേ, അതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് മടക്കൊന്നും വരരുത് കേട്ടോ. മടക്കൊന്നും വരാതെ കറക്റ്റ് ഭംഗിയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് ഒന്നുകിൽ നമുക്ക് ഫെവി ബോണ്ടോ അങ്ങനെയുള്ള ഹാർഡ് ഗ്ലൂസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ചെയ്ത വർക്ക് ഉൾഭാഗത്ത് ആണ് വരേണ്ടത്. അപ്പോൾ അതായത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഗ്ലേസിങ് ഭാഗം പുറത്തോട്ട് വരുന്ന വിധത്തിൽ കണ്ടോ, ഇതേപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്ന ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ റോൾ ചെയ്ത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് റോൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കറക്റ്റാക്കി നോക്കുക. നോക്കിയതിന് ശേഷം ഓക്കെ ആണെങ്കിൽ നമ്മുടെ ആ ക്യാപ്പിലോട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫെവി ബോണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്യാപ്പിൽ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ റോളാക്കി വെച്ച നമ്മുടെ OHP ഷീറ്റ് ഉണ്ടല്ലോ, ആ OHP ഷീറ്റ് ഇതിലോട്ട് ഇറക്കി ഒട്ടിച്ച് വയ്ക്കും. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണുന്നതല്ല, ഇനി ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത ക്യാപ്പ് എടുത്തിട്ട് ഇതേപോലെ വെറുതെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. ഇതിനെന്നുവെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിക്കാതെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യേണ്ട, അതായത് നമ്മൾ ഹോൾഡർ ഇട്ടിട്ട് ഒരു ലാമ്പ് പോലെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഗ്ലൂ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് ഒരു സൈഡ്
സൈഡ് മാത്രം ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്തു. അടുത്ത സൈഡ് നമുക്ക് ക്യാൻഡിലൊക്കെ വെക്കാൻ പാകത്തിന് ഓപ്പൺ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്കൊരു പെൻസിൽ ബോക്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു പെൻസിൽ ബോക്സ് ആയിട്ട് യൂസ് ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കളറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈറ്റ് ഹോൾഡർ ആയതുകൊണ്ടാണ് ഈ ബ്ലാക്ക് കളർ കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു സൈഡ് കണ്ടോ, അത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തൊട്ട് ഇനി നമുക്കൊരു കാൻഡിൽ വെച്ച് നോക്കാം. കണ്ടോ, ഇത് ഞാൻ ഇങ്ങനത്തെ കാൻഡിലാണ് വെക്കുന്നത്. ഈ കാൻഡിൽ വെച്ചിട്ട് ക്യാൻഡിലോ അല്ലെങ്കിൽ ലൈറ്റ് എന്തെങ്കിലും വെക്കാം. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലൈറ്റിലാണ് കാണുന്നത്, അപ്പോൾ അത് അത്ര അങ്ങോട്ട് അറിയുന്നില്ല. ഞാനപ്പോൾ ലൈറ്റ് ഇല്ലാതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നോക്കൂ, ഇരുട്ട് സമയത്ത് വയ്ക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗിയല്ലേ. കറക്റ്റ് നമ്മുടെ ലാമ്പ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു നൈറ്റ് ലാമ്പ് പോലെ തന്നെ ഇരിക്കും, നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതേപോലെ എന്തെങ്കിലും ക്യാൻഡിൽ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നതിൻ്റെ 30 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ക്യാൻഡിലിന്. നമ്മളുടെ ബാറ്ററി ക്യാൻഡിലാണത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ബെഡ് ലാമ്പൊക്കെ ഉണ്ടല്ലോ, ബെഡ് ലാമ്പിൻ്റെയൊക്കെ മുകളിൽ ഇതേപോലെ വെച്ചിട്ട് അങ്ങനെ ബെഡ് ലാമ്പ് കവറായിട്ടൊക്കെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഹോൾഡറിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്ത് വിടാം. അങ്ങനെ ഒരുപാട് ഐഡിയാസിൽ ഇത് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പോൾ നല്ല രസമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഐഡിയാസിലൊക്കെ ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ അവോയ്ഡ് ചെയ്ത് ബാക്കി ചെയ്തതിന് ശേഷം നമുക്കൊരു പെൻസിൽ ബോക്സ് ആയിട്ടായാലും നമുക്ക് യൂസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. നമുക്ക് ഇഷ്ടമുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുത്ത് നമുക്ക് നല്ല ഗംഭീരമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പിക്ചറും ഡിഫറൻസ് കണ്ടോ നിങ്ങൾ, ഡേ ലൈറ്റിലും നൈറ്റ് ലൈറ്റിലുമുള്ള ഡിഫറൻസ് കണ്ടോ. നൈറ്റ് ലൈറ്റ് ആകുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അതാണ് ഞാനവിടെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.